കൊച്ചിയിൽ നഗരത്തിൽ റോഡ് ഇടിഞ്ഞു വീണു. ഇന്ന് പുലർച്ചെ പെയ്ത കനത്ത മഴയിൽ ചെമ്പുമുക്കിൽ നിന്നും അട്ടിപ്പേറ്റി നഗറിലേക്ക് പോകുന്ന റോഡാണ് 5 മീറ്ററോളം ഇടിഞ്ഞു വീണത്. 2 മാസങ്ങൾക്ക് മുൻപ് പണിതീർത്ത റോഡാണ് ഇടിഞ്ഞു വീണത്. വിവരങ്ങളുമായി കെബിൻ കെന്നഡി ചേരുന്നുണ്ട്. കെബിൻ, മഴ പെയ്താൽ ഇപ്പോൾ കൊച്ചിയും നല്ല രീതിയിൽ തന്നെ പേടിക്കണം എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒപ്പം തന്നെ 2 മാസം മുൻപ് പണിതീർത്ത റോഡെന്ന് പറയുമ്പോൾ ആ റോഡ് പണിയുടെ ഒരു അനാസ്ഥ കൂടി ഇതിൽ കാണുന്നില്ലേ? തീർച്ചയായിട്ടും വീണ, ഇന്ന് രാവിലെ പെയ്ത കനത്ത മഴയിലാണ് ഇത്തരത്തിൽ ചെമ്പുമുക്കിൽ നിന്നും അട്ടിപ്പേറ്റി നഗറിലേക്ക് പോകുന്ന പ്രധാന റോഡ് ഇടിഞ്ഞു വീഴുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഏകദേശം 5 അടിയോളം താഴ്ചയിലേക്കാണ് റോഡ് ഇടിഞ്ഞു പോയിരിക്കുന്നത്. കൂടാതെ ഈ ചെമ്പുമുക്ക് ഭാഗത്ത് കോമ്പൗണ്ട്, അതായത് ഈ ചെമ്പുമുക്ക് പള്ളിയുടെ കോമ്പൗണ്ടിൻ്റെ ഒരു ഭാഗത്ത് ഭിത്തി ഉൾപ്പെടെ താഴേക്ക് ഇടിഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം 2 മാസം മുമ്പാണ് ഈ കൊച്ചി കോർപ്പറേഷൻ ഇത്തരത്തിൽ ഈ റോഡിൻ്റെ നവീകരണ പണി 35 ലക്ഷം രൂപ ചിലവാക്കി നടത്തിയിരുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ പണിയിൽ എത്രത്തോളം സുതാര്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ നാട്ടുകാർ ചോദ്യമുയർത്തിയിരിക്കുകയാണ്. ഇതിന് മുന്നോടിയായി തന്നെ ഇവിടെ അതായത് കൃത്യമായ രീതിയിലുള്ള ഓട സജ്ജീകരണങ്ങളില്ല, വെള്ളം ഒഴുകി പോകുന്ന ഓട സജ്ജീകരണമില്ല, ചെളി ഉൾപ്പെടെയുള്ളവ കെട്ടിക്കിടന്നിട്ടാണ് ഇത്തരത്തിൽ ഒരു റോഡ് ഇന്ന് രാവിലെ പെയ്ത കനത്ത മഴയിൽ തകർന്നു വീണതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ നമുക്കറിയാം, പ്രധാനമായിട്ടും ഇവിടെ ഒരുപാട് വിദ്യാലയങ്ങൾ, പ്രാസീസിയ സ്കൂൾ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങളുണ്ട്. ഒരുപാട് പേർ നിത്യേന ആശ്രയിക്കുന്ന വഴിയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ റോഡ് മാർഗം സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അവർക്ക് ഒരുപാട് ദൂരം ചുറ്റി പുറത്തേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കൂടാതെ തന്നെ ഇപ്പോൾ ഈ അവസ്ഥയിൽ ഇവിടെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ കൂടിയിട്ടുണ്ട്. അതായത് ഈ ഭാഗത്തേക്ക് രാവിലെ കടന്നു പോകാനായിട്ട് എത്തിക്കൊണ്ടിരുന്ന നാട്ടുകാർ ഉൾപ്പെടെ ഇവിടെ എത്തിയിരിക്കുന്ന സാഹചര്യമാണ്. നമ്മളോടൊപ്പം ഇവിടുത്തെ വാർഡ് കൗൺസിലർ ചേരുന്നു. എന്താണ് സംഭവിച്ചത്? ചേട്ടാ, ഇത് നമുക്ക് ആദ്യമേ തന്നെ ഒരു ദൈവാനുഗ്രഹം എന്ന് തന്നെ പറയണം. കാരണം ഇന്ന് സ്കൂളൊക്കെ അവധിയാണ്, ജനങ്ങളുടെ കൂടുതൽ സഞ്ചാരങ്ങളൊന്നുമില്ല, ഇതൊരവസ്ഥ. ഇത് 2-3 മാസമുള്ള നമ്മൾ ഈ റോഡ് പണിതിട്ട് ഈ പണിയെ നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ ഈ പണിതേന് ഒരു കംപ്ലൈൻറ്റ് നമുക്ക് സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇപ്പുറത്തെ സൈഡിലുള്ള പള്ളി കോമ്പൗണ്ട് വരുന്ന മതിലിടിഞ്ഞു പോയി. കാരണം കഴിഞ്ഞ ദിവസം എടപ്പള്ളിത്തോട് ക്ലീൻ ചെയ്തപ്പോൾ ആ ചെളിയെല്ലാം കോരിയപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി എങ്ങനെയോ വെള്ളം ഊതി അപ്പുറത്തേക്ക് പോയി, മണ്ണ് പോയി. അങ്ങനെ പോയാണ് ഈ സാധനം ഇത്ര ഇടിയാൻ കാരണം, ഈ ഭാഗം ഇടിഞ്ഞേക്കണത്. കൃത്യമായിട്ടുള്ള ഒരു ഓട സജ്ജീകരണം ഇല്ലാത്തതാണ് റോഡ് ഇടിയാൻ കാരണം. നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒരു പരാതി വരുന്നു. ഓട സജ്ജീകരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പണിതപ്പോഴത്തേക്ക് നമ്മൾ വലിയ ഒരു 10 ഇഞ്ചിൻ്റെ പൈപ്പ് നമ്മൾ ഇട്ട് കൊടുത്ത് വെള്ളത്തിൽ പോകാനുള്ള ഇത് കൊടുത്തായിരുന്നു. ഇത് കൂടുതൽ സംഭവിച്ചേക്കണത് ആ ചെളി കോരിയേക്കിനായിരിക്കലും ഇങ്ങനെ സംഭവിച്ചേക്കണം അതിനകത്ത്. അത് തന്നെയാണ് വീണ പറയുന്നത്. അതായത് കൃത്യമായി രാവിലെ ഇന്ന് പുലർച്ചെ ഇടിഞ്ഞു വന്ന ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. അതായത് കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടികളും നിലവിൽ സ്വീകരിച്ചിട്ടില്ല. നിലവിൽ കഴിഞ്ഞ 2 മാസം മുമ്പ് 35 ലക്ഷം രൂപ കൊടുത്താണ് ഈ റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. അതായത് കഴിഞ്ഞ ദിവസം ഇടപ്പള്ളി തോടിനോട് ചേർന്നുള്ള ഭാഗത്തു നിന്നും ചെളി നീക്കം ചെയ്തിരുന്നു. ആ ഭാഗത്തു നിന്നും എങ്ങനെയോ വെള്ളം അകത്തേക്ക് കടന്നാണ് ഇത്തരത്തിൽ റോഡ് ഇടിഞ്ഞ് താഴുന്നത്. പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ആളപായങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. ഒരുപാട് കുടുംബങ്ങൾ ഉൾപ്പെടെ, ഒരുപാട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇന്ന് തിങ്കളാഴ്ചയാണ് ഉൾപ്പെടെ ജോലിക്കും മറ്റു വിദ്യാലയങ്ങൾക്കും പോകുന്നതിന് വേണ്ടി ഒരുപാട് ചുറ്റിക്കറങ്ങിയാണ് പോകേണ്ടത്. ഇത് പ്രധാനമായും നമുക്കറിയാം, ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ചെമ്പുമുക്ക് പാലത്തിന് സമീപമുള്ള റോഡാണ് ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ റോഡിൻ്റെ നവീകരണ പ്രവർത്തനം പൂർത്തിയാക്കി യാത്രാസജ്ജമാക്കണമെന്നാണ് നിലവിൽ ഇവിടുത്തെ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. ഇപ്പോൾ ഇവിടെ നാട്ടുകാർ എത്തിച്ചേർന്നിട്ടുണ്ട്. നാട്ടുകാരുടെ അടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം. ചേട്ടാ, കൊച്ചിയിൽ നഗരത്തിൽ റോഡ് ഇടിഞ്ഞു. ഇന്ന് പുലർച്ചെ പെയ്ത കനത്ത മഴയിലാണ് ചെമ്പുമുക്കിൽ നിന്നും അട്ടിപ്പേറ്റി നഗറിലേക്ക് പോകുന്ന റോഡ് 5 മീറ്ററോളം ഇടിഞ്ഞു വീണത്. ഒപ്പം തന്നെ 2 മാസങ്ങൾക്ക് മുൻപ് പണിതീർത്ത റോഡാണ് ഇന്ന് ഇടിഞ്ഞു വീണത്. വിവരങ്ങൾ നൽകിയത് കെബിൻ കെന്നഡിയാണ്.